2026 ജനുവരി മാസം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രതീക്ഷകളുടെയും വലിയ മാറ്റങ്ങളുടെയും തുടക്കമായിരിക്കും. ഇടവം രാശിയിൽ ഉൾപ്പെടുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷത്തിന്റെ ആദ്യ മാസം പൊതുവെ ഗുണകരമായ ഫലങ്ങളാണ് നൽകുന്നത്. വിശദമായ മാസഫലത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും തൊഴിൽ മേഖലയിലും സാമ്പത്തിക കാര്യങ്ങളിലും ബന്ധങ്ങളിലും ആരോഗ്യത്തിലും നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഗ്രഹങ്ങളുടെ സ്ഥാനം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിനും പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനും സഹായിക്കും. ഈ മാസം നിങ്ങളുടെ കഠിനാധ്വാനത്തിനും അർപ്പണബോധത്തിനും പ്രതിഫലം ലഭിക്കുന്ന സമയമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മാസം ആത്മവിശ്വാസം വർദ്ധിക്കുകയും കാര്യങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കുകയും ചെയ്യും. ഇത് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിങ്ങളെ സഹായിക്കും. പൊതുവെ ഒരു പുതിയ ഉണർവ് ഈ മാസം അനുഭവപ്പെടും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മുൻകൈ എടുക്കാനും നേതൃത്വം നൽകാനും സാധിക്കും. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ പുതിയൊരു ആകർഷണം രൂപപ്പെടാം. ഇത് മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കും. നിങ്ങൾ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനത്തിനായോ കാത്തിരിക്കുകയാണെങ്കിൽ ഈ മാസം അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നിങ്ങളുടെ കഴിവും കഠിനാധ്വാനവും മേലധികാരികളാൽ ശ്രദ്ധിക്കുകയും അതിനുവേണ്ട അംഗീകാരം നൽകുകയും ചെയ്യും. പുതിയ പ്രോജക്റ്റുകളിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കാം. ഇത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സഹായിക്കും. ഇത്തരം അവസരങ്ങൾ ഭാവിയിൽ നിങ്ങളുടെ കരിയറിന് വലിയ മുതൽക്കൂട്ടാവും. ശമ്പള വർധനവിനുള്ള സാധ്യതയും കാണുന്നു. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം ലാഭകരമായ പല ഡീലുകളും ലഭിക്കാം. പുതിയ നിക്ഷേപങ്ങൾ നടത്താനും ബിസിനസ് വിപുലീകരിക്കാനുമുള്ള നല്ല സമയമാണിത്. പുതിയ പങ്കാളിത്തങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധയോടെ വേണം. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ താല്പര്യങ്ങൾക്കും കഴിവിനും അനുസരിച്ചുള്ള ഒരു ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും അതിലൂടെ അംഗീകാരം നേടാനും സാധിക്കും. നിങ്ങളുടെ ആശയങ്ങൾ വിജയകരമായി നടപ്പിലാക്കാൻ കഴിയും. അധ്യാപകർക്ക് തങ്ങളുടെ വിദ്യാർത്ഥികളിൽ നിന്ന് അംഗീകാരം ലഭിക്കും. കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും അവരുടെ കഴിവുകൾ ലോകത്തിനു മുന്നിൽ പ്രകടിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രധാന ജോലിക്ക് പുറമെ മറ്റു വഴികളിലൂടെയും പണം ലഭിക്കാം. ഓഹരി കമ്പോളത്തിലോ റിയൽ എസ്റ്റേറ്റിലോ നിക്ഷേപം നടത്താൻ ഇത് നല്ല സമയമാണ്. ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല ലാഭം പ്രതീക്ഷിക്കാം. എന്നാൽ ഏതൊരു നിക്ഷേപവും നടത്തുന്നതിന് മുൻപ് വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നത് നല്ലതാണ്. നിലവിലുള്ള കടങ്ങൾ വീട്ടാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികമായി ഒരു സുരക്ഷിതത്വം അനുഭവപ്പെടും. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും. പാർട്ട് ടൈം ജോലികളോ ഫ്രീലാൻസിംഗ് അവസരങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. വരുമാനം വർദ്ധിക്കുമ്പോൾ ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. അനാവശ്യമായ ധൂർത്ത് ഭാവിയിൽ സാമ്പത്തികമായി മെച്ചപ്പെടാൻ സഹായിക്കും. പാരമ്പര്യ സ്വത്തുമായി ബന്ധപ്പെട്ട് ചില അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാവാം. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തും. ആവശ്യമായ സാഹചര്യങ്ങളിൽ സുഹൃത്തുക്കളിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ ധനസഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും സാധിക്കും. ചെറിയ തർക്കങ്ങൾ പോലും എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും. നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും. അവിവാഹിതരായവർക്ക് ഈ മാസം അനുയോജ്യമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും. പുതിയ സുഹൃത്തുക്കളെ തേടാനും സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും സാധിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ കൊണ്ടുവരും. മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ സ്നേഹവും ബഹുമാനവും നിറഞ്ഞതായിരിക്കും. അവരുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. കുട്ടികളില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ മാസം നല്ല ബന്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വിവാഹം നിശ്ചയിക്കാനും വിവാഹം നടക്കാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ആഘോഷങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇത് സന്തോഷം വർദ്ധിപ്പിക്കും. നിങ്ങൾക്ക് നല്ല ഊർജ്ജസ്വലതയും ഉന്മേഷവും അനുഭവപ്പെടും. ഇത് കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ചെയ്യാൻ സഹായിക്കും. ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിലും അത് വേഗത്തിൽ ഭേദമാകും. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കണം. മാനസികാരോഗ്യം മെച്ചപ്പെടും. സമ്മർദ്ദം കുറയ്ക്കാനും സമാധാനപരമായി കാര്യങ്ങളെ നേരിടാനും സാധിക്കും. യോഗയും ധ്യാനവും ശീലിക്കുന്നത് വളരെ നല്ലതാണ്. ചിട്ടയായ വ്യായാമത്തിലൂടെയും നല്ല ഭക്ഷണങ്ങളിലൂടെയും ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. പഴയ അസുഖങ്ങൾ അലട്ടുന്നവർക്ക് ഈ മാസം ആശ്വാസം ലഭിക്കാം. ചികിത്സകൾ ഫലപ്രദമാകും. ആരോഗ്യപരമായ പുതിയ ശീലങ്ങൾ തുടങ്ങാൻ ഇത് നല്ല സമയമാണ്. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയം നേടാൻ സാധിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ബലം ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്ക് നല്ല സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ വിഷയങ്ങൾ പഠിക്കാനും പുതിയ കോഴ്സുകൾ ചെയ്യാനും ഇത് നല്ല സമയമാണ്. ഇത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനും കരിയറിൽ മുന്നേറാനും സഹായിക്കും. ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും അതിലൂടെ അംഗീകാരം നേടാനും സാധിക്കും. ഓൺലൈൻ കോഴ്സുകളിലൂടെയും വെബിനാറുകളിലൂടെയും പുതിയ അറിവുകൾ നേടാൻ സാധിക്കും. അധ്യാപകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും സാധിക്കും. യാത്രകൾക്ക് ഈ മാസം പൊതുവെ അനുകൂലമായ സമയമാണ്. ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള യാത്രകൾ വിജയകരമാകും. പുതിയ കരാറുകൾ ഉറപ്പിക്കാനും ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാനും സാധിക്കും.
കുടുംബത്തോടൊപ്പം വിനോദയാത്രകൾ പോകാൻ സാധ്യതയുണ്ട്. ഇത് ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും മാനസികമായി ഉല്ലാസം നൽകാനും സഹായിക്കും. വിദേശ യാത്രകൾക്ക് സാധ്യതയുണ്ട്. പഠനത്തിനോ ജോലിക്കോ വേണ്ടിയോ ഉള്ള യാത്രകൾ വിജയകരമാകും. തീർത്ഥാടന യാത്രകളും നടത്താൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ആത്മീയ ഉന്നതിക്ക് സഹായിക്കും. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുതിയ സംസ്കാരങ്ങൾ പഠിക്കാനും അവസരം ലഭിക്കും. ധ്യാനം, പ്രാർത്ഥന എന്നിവയിലൂടെ മാനസിക സമാധാനം ലഭിക്കും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നും. ആത്മീയ ഗുരുക്കന്മാരെ സന്ദർശിക്കാനും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും അവസരം ലഭിക്കാം. മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനും അതുവഴി മാനസിക സംതൃപ്തി നേടാനും സാധിക്കും. സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആത്മീയമായി നിങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകും. ഈ അനുകൂലമായ ഫലങ്ങൾ നിലനിർത്താനും ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രതികൂല ഫലങ്ങൾ ലഘൂകരിക്കാനും ചില പ്രതിവിധികൾ ചെയ്യുന്നത് നല്ലതാണ്. രോഹിണി നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനാണ്. അതിനാൽ ചന്ദ്രനെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമം. വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമാണ്. സാധിക്കുമെങ്കിൽ രോഹിണി നക്ഷത്രത്തിന്റെ പേരിൽ പ്രത്യേക പൂജകളോ ഹോമങ്ങളോ നടത്തുന്നത് നല്ലതാണ്. പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ല ഫലങ്ങൾ നൽകും. പ്രത്യേകിച്ച് വെള്ള നിറത്തിലുള്ള വസ്തുക്കൾ, അരി, പാൽ എന്നിവ ദാനം ചെയ്യുന്നത് ഉത്തമം. ചന്ദ്രന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ്. ചന്ദ്രമന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ്. മറ്റുള്ളവരോട് ദയയും സ്നേഹവും കാണിക്കുകയും നന്മ പ്രവർത്തികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. ചന്ദ്രൻ അനുകൂലമായ സ്ഥാനങ്ങളിൽ വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവും. ശുക്രന്റെ സ്ഥാനം കുടുംബ ബന്ധങ്ങളിലും പ്രണയബന്ധങ്ങളിലും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. ഇത് ആഡംബരവും സന്തോഷവും നൽകും. ബുധന്റെ സ്വാധീനം ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുകയും പഠനകാര്യങ്ങളിലും ബിസിനസ്സിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായിക്കുകയും ചെയ്യും. സമൂഹത്തിൽ നിങ്ങളുടെ പദവി ഉയരും. നിങ്ങൾക്ക് കൂടുതൽ ബഹുമാനവും അംഗീകാരവും ലഭിക്കും. നിങ്ങളുടെ കഴിവുകൾക്കും പരിശ്രമങ്ങൾക്കും ബഹുമതികളോ പുരസ്കാരങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ജനങ്ങളിൽ നിന്ന് നല്ല പിന്തുണയും അംഗീകാരവും ലഭിക്കും. പുതിയ തൊഴിലവസരങ്ങൾ, സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ്, ബിസിനസ്സിൽ പുരോഗതി, വരുമാന വർധനവ്, നിക്ഷേപങ്ങളിൽ ലാഭം, കടബാധ്യതകളിൽ നിന്ന് മോചനം, കുടുംബത്തിൽ സന്തോഷവും ഐക്യവും, വിവാഹത്തിനും സന്താനഭാഗ്യത്തിനും സാധ്യത, ആരോഗ്യം മെച്ചപ്പെടൽ, പഠനത്തിൽ മികവ്, ആത്മീയ വളർച്ച എന്നിവയെല്ലാം ഈ കാലയളവിൽ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ഗ്രഹങ്ങളുടെ പൊതുവായ സ്വാധീനം എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആയിരിക്കില്ല. എന്നതിനാൽ അപ്രതീക്ഷിതമായ ദോഷഫലങ്ങൾ ഒഴിവാക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും വ്യാഴപ്രീതിക്കായി മഹാവിഷ്ണുവിനെയോ ഗുരുവായൂരപ്പനെയോ ഭജിക്കുന്നത് ഉത്തമമാണ്. വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുക, മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് സമർപ്പിക്കുക. രോഹിണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ നിരവധി നേട്ടങ്ങൾ സമ്മാനിക്കുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മേഖലകളിലും നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും കഠിനാധ്വാനം തുടരുകയും ചെയ്യുക. നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്തുകയും പുതിയ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറാവുകയും ചെയ്യുക. ചെറിയ പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കാൻ ആവശ്യമായ പ്രതിവിധികൾ സ്വീകരിക്കുന്നത് വളരെ നല്ലതാണ്. പൊതുവെ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരും.